ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ലിവറിൻ്റെ റോസ്റ്റാണ് തയ്യാറാക്കി കാണിക്കാൻ പോണത്. ഇത് ചിക്കൻ്റെ ലിവറാണ്. ഇതൊരു 1 കിലോ അര കിലോ ഉണ്ട്. അപ്പം ഇതിലേക്ക് കുറച്ച് എനിക്ക് എണ്ണയൊന്നും ആവശ്യമില്ല. ഞാൻ നാളികേരപ്പാലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ നാളികേരം എടുത്തിട്ട് അതിൻ്റെ 2 തരത്തിൽ പാലാക്കി എടുത്തിട്ടുണ്ട്. ഇത് കട്ടിയുള്ള പാലാണ്, ഇത് കട്ടി കുറഞ്ഞ പാല്. പിന്നെ ഇതിൽ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതൊരു 1/4 മതി. പിന്നെ കുരുമുളക്, അത് 1 ടീസ്പൂൺ. അത് 4ഉം കൂടെ അരച്ചെടുത്തതാണത്. അപ്പം ഇനി നമുക്ക് തയ്യാറാക്കാം. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിലേക്ക് ആദ്യം ഈ നാളികേരപ്പാൽ 2ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട്, ഇത് നോക്കിയിട്ട് ഒഴിക്കാം. പിന്നെ ഈ ലിവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയെടുത്തതാണ്. പിന്നെ ഈ അരച്ചു വെച്ചിരിക്കുന്നത് ഇതിലിടാം. ഇത് ഞാൻ പൊടി ഇട്ടിട്ട് അരച്ചതാണ്. നിങ്ങൾക്ക് മുഴുവനായിട്ടും അരച്ചെടുക്കാം. അരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഇതിൻ്റെ ഒരു ഗ്രേവിക്ക് കുറച്ച് തിക്നെസ് കിട്ടും. അധികം ഗ്രേവി ഒന്നും ഉണ്ടാവില്ല, എന്നാലും കുറച്ച് ലിവറിൽ ഇങ്ങനെ പുരണ്ടിരിക്കണ പോലെ ഇരിക്കണം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. കുറച്ചൊരു പകുതി വേവാകുമ്പോൾ ലാസ്റ്റ് ഇട്ടെടുത്താലും മതി. ഇനി ഇത് നന്നായി വേവിക്കുക. വെള്ളം വറ്റണ വരെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇതിലെ വെള്ളം കുറേയൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ചിട്ട് കൊടുക്കാം, പിന്നെ നോക്കിയിട്ടിടാം. പിന്നെ ഈ നല്ല കട്ടിപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതൊഴിച്ചിട്ട് ഇതൊക്കെ ഒന്ന് വറ്റും. പിന്നെ വീണ്ടും ഇതുപോലെ തന്നെ വറ്റും. എന്നിട്ട് ഇതിലത്തെ കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ എന്താ പറയുക, വെളിച്ചെണ്ണ തിരിയും. അതുവരെ ഇത് ചെറിയ തീയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം. മൂടി വെക്കണ്ട, ഇനി തുറന്നു തന്നെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ ലിവർ റോസ്റ്റ് തയ്യാറായി. അപ്പം നന്നായി വറ്റി നമ്മൾ ഒഴിച്ചെടുത്ത നാളികേരപ്പാലൊക്കെ കുറച്ചിങ്ങനെ വെളിച്ചെണ്ണ സൈഡിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ നാളികേരമാണെങ്കിൽ കുറച്ച് കൂടുതൽ നെയ്യൊക്കെ ഉണ്ടാവുക നാളികേരത്തിൽ, വെളിച്ചെണ്ണ കൂടുതൽ കാണും. ഇതിലിപ്പോൾ കുറച്ച് കാണുന്നുള്ളൂ. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ലാസ്റ്റ് ജീരകം വറുത്ത് പൊടിച്ചതൊരു 1/4 ടീസ്പൂണുള്ള ഇത്രയുള്ള. ബാക്കി ഗരം മസാല ഒന്നും ഇടില്ല ഇതിൽ. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചുവന്ന മുളക്, അതൊന്നും ഇടില്ല. ഇത്രയുള്ള ഇതിൻ്റെ പ്രിപ്പറേഷൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കാം. നല്ല ടേസ്റ്റുള്ളൊരു ലിവറിൻ്റെ റോസ്റ്റാണ് ഇത്. നല്ല ചൂടുള്ള ചോറിൽ കൂടെ കൂട്ടി കഴിക്കാൻ ഏറ്റവും ബെസ്റ്റ്. എല്ലാവരും കൂടിയും കഴിക്കാം, വെറുതെ കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. താങ്ക് യു.